നെറ്റ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രേംചന്ദാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി പാർട്ടുകൾക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നോക്കാം. പ്രേംചന്ദ് എപ്പോഴാണ് ജനിക്കുന്നത്? 1880 31 ജൂലൈ മാസത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? വാരണാസി ജില്ലയിലെ ലമഹി ഗാവ് മേ ഹുവ. മൃത്യു 1936. അപ്പോൾ ജനിച്ച വർഷവും മൃത്യുവും നോട്ട് ചെയ്ത് വെക്കാം. 1880 ജൂലൈ 31 ജനിക്കുകയും 1936 അദ്ദേഹം മരിക്കുകയുണ്ടായി. ഇപ്പോൾ ജനിച്ച സ്ഥലം എവിടെയാണ്? വാരണാസി ജില്ലയ്ക്ക് ലമഹി ഗാവിലായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരൊക്കെ അറിയാലോ. ശിവറാണി ദേവി എന്നായിരുന്നു പ്രേംചന്ദിന്റെ പത്നിയുടെ പേര്. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ശ്രീപദ് റായ്, അമൃത് റായ് ഓർ കമലാദേവി ശ്രീവാസ്തവ്. ഇങ്ങനെ 3 മക്കളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇനി പ്രേംചന്ദിന്റെ ഒരു ലേഖന ശൈലി എങ്ങനെയായിരുന്നു? ആദർശോന്മുഖ യഥാർത്ഥവാദി ലേഖകമായിരുന്നു ആര്? പ്രേംചന്ദ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സാമിന് ചോദിക്കും. അദ്ദേഹം എപ്രകാരമുള്ള ഒരു ലേഖക ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ആദർശോന്മുഖ യഥാർത്ഥവാദി അല്ലെ, പിന്നെ ആദർശോന്മുഖ യഥാർത്ഥവാദം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ ആദർശോന്മുഖ യഥാർത്ഥവാദം തന്നെ നമ്മൾ ടിക്ക് ഇടുക. കാരണം അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അദ്ദേഹം ആദർശോന്മുഖ യഥാർത്ഥവാദ ലേഖകനായിരുന്നു. ഇനിയിപ്പോൾ കഹാനികാരന്റെ രൂപത്തിലാണെങ്കിലും ഒരു ഉപന്യാസകാരന്റെ രൂപത്തിലാണെങ്കിലും നാടകക്കാരന്റെ രൂപത്തിലാണെങ്കിലും ഒരു സമ്പാദകന്റെ രൂപത്തിലാണെങ്കിലൊക്കെ എന്താണ്, പ്രേംചന്ദ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ. അപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു നമ്മളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഏതൊരു ലെവലിൽ കഹാനികാരൻ്റെ രൂപത്തിലാണെങ്കിലും അങ്ങനെ ഓരോ ലെവലിലെടുത്ത് നോക്കുവാണെങ്കിലും പ്രേംചന്ദ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ അതായത് പ്രേംചന്ദ് കഹാനികാർ കെ രൂപ് മേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. കഹാനികാർ കെ രൂപ് മേ പ്രേംചന്ദ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. പ്രേംചന്ദ് കാ മൂൽ നാം ധൻപത് റായ് ഥ. അപ്പം അദ്ദേഹത്തിന് മൂൽ നാം കിട്ടി ധൻപത് റായ് എന്നായിരുന്നു. ജബ്കി നവാബ് റായ് ഉൻകെ താവു കഹത്തെ ഹേ. അപ്പം നവാബ് റായ് എന്നുള്ളത് ആരാണ് വിളിച്ചത് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത് എന്നും നമുക്ക് കിട്ടി. ഓക്കെ, നവാബ് റായ്ക്ക് പ്രഥം ഉറുദു കഹാനി സംഗ്രഹ് സോജെ വദൻ. അപ്പം അദ്ദേഹത്തിൻ്റെ നവാബ് റായിയുടെ ആദ്യത്തെ ഉറുദു കഹാനി സംഗ്രഹ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സോജെ വദൻ എന്ന് വേണം പറയാൻ. 1908 ജൂലൈയിൽ കാൺപൂരിലെ ജമാന പത്രികയിലാണ് ഈ ഉറുദു കഹാനി സംഗ്രഹമായിട്ടുള്ള സോജെ വദൻ പ്രകാശനം ചെയ്യുന്നത്. അപ്പം ഈ കഹാനിയിനകത്ത് എന്താണ്, ഈ കഹാനി സംഗ്രഹത്തിനകത്ത് വരുന്ന കഹാനികളിലൊക്കെ ദേശപ്രേമമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ വിഷയവസ്തു എന്ന് പറയുന്നതും ദേശപ്രേമമായിരുന്നു അല്ലെ. ജിസെ ഹമീർപൂർ കെ ന്യായാധീശിനെ ജപ്ത് കർ ലിയ. പിന്നീട് ഈ ഒരു കഹാനി സംഗ്രഹം എന്താണ്, ഹമീർപൂർ കെ ന്യായാധീശിനെ ജപ്ത് കർ ലിയ. ഈ സോജെ വദൻ എന്ന ഉറുദു കഹാനി സംഗ്രഹത്തിന്റെ അകത്ത് മൊത്തം 5 കഹാനികളാണ് ഉള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. എന്താണ്, എത്ര കഹാനികൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ കഹാനി സംഗ്രഹത്തിന്റെ അകത്ത് 5 കഹാനികളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? सांसारिक प्रेम और देश प्रेम, दुनिया का सबसे अनमोल रतन, ഷേഖ് മക്മൂർ. പിന്നെ ഏതൊക്കെ വരുന്നത്? യഹി മേരാ വതൻ ഹെ, സീൽ എ മാതം. ഇങ്ങനെ 5 കഹാനികളാണ് ഉറുദു കഹാനി സംഗ്രഹമായിട്ടുള്ള സോജെ വദനിൽ വരുന്നത്. ഏതൊക്കെയാണ്? സാൻസാരിക് പ്രേം ഓർ ദേശ് പ്രേം, ദുനിയാ കാ സബ്സെ അൻമോൾ രതൻ, ഷേഖ് മക്മൂർ. പിന്നെ ഏതൊക്കെയാണ്? യഹി മേരാ വതൻ ഹെ, സീൽ എ മാതം. അങ്ങനെ 5 കഹാനികളാണ് വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത് प्रेमचंद नाम से उनकी पहली कहानी बड़े घर की बेटी उर्दू मासिक पत्रिका जमाना के दिसंबर 1910 के अंक में प्रकाशित हुई. പ്രേംചന്ദ് എന്ന പേരിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന കഹാനി ഏതാണ്? ബഡേ ഘർ കി ബേട്ടി. ഒരു ഉറുദു കഹാനിയാണ്. അതുകൊണ്ട് തന്നെ ഉറുദു മാസിക് പത്രികയായിട്ടുള്ള ജമാനയിൽ തന്നെ 1910 ഡിസംബറിൽ എന്താണ് ഈ കഹാനി പ്രകാശനം ചെയ്യണ്ടായി. ബഡേ ഘർ കി ബേട്ടി എന്താണ്? പ്രേംചന്ദ് നാം സെ ഉൻകി പെഹലി കഹാനിയാണ്. പ്രേംചന്ദ് എന്ന പേരിൽ അദ്ദേഹം ആദ്യമായി എഴുതുന്ന കഹാനി ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ബഡേ ഘർ കി ബേട്ടി ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ആ
കഹാനി ജമാന പത്രികയിലായിരുന്നു പ്രകാശനം ചെയ്തത് 1910. ഈ കഹാനിയിൽ, അതായത് ബഡേ ഘർ കി ബേട്ടി എന്ന കഹാനിയിലെ മുഖ്യ വിഷയം എന്തായിരുന്നു? സംയുക്ത പരിവാർക്കെ കലഹ കോ ദിഖായ ഗയാ ഹൈ. അപ്പൊ സംയുക്ത പരിവാറിലെ കലഹമായിരുന്നു എന്ത്? കലഹമാണ് എന്ത് ഈ കഹാനിയിലെ ബഡേ ഘർ കി ബേട്ടി കഹാനിയിലെ മുഖ്യ വിഷയവസ്തു എന്ന് പറയുന്നത്. പ്രമുഖ പാത്രവും ശ്രീകണ്ഠ്, ആനന്ദി, ലാൽ ബിഹാരി ഇവരൊക്കെ ആയിരുന്നു എന്ത് ഈ കഹാനിയിലെ പ്രമുഖ പാത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. അടുത്ത പോയിന്റ് പറയുന്നത് സൗത്ത് കഹാനിയാണ്. സൗത്ത് കഹാനിയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എല്ലാവരും കേട്ടിട്ടുള്ളതാണ് സൗത്ത് കഹാനി. ഈ കഹാനിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? उनकी पहली हिंदी कहानी साउथ हिंदी की प्रसिद्ध पत्रिका सरस्वती की दिसंबर 1950 अंक में प्रकाशित हुई. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹിന്ദി കഹാനി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സൗത്ത് കഹാനിയാണെന്ന് മനസ്സിലായല്ലോ. സൗത്ത് കഹാനി 1915 സരസ്വതി പത്രികയിലാണ് പ്രകാശനം ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഹാനികളും ആ കഹാനികളൊക്കെ ഏതൊക്കെ പത്രികയിലാണ് പ്രകാശനം ചെയ്തത് എന്നും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ബഡേ ഘർ കി ബേട്ടി പ്രേംചന്ദ് എന്ന പേരിൽ എഴുതുന്നതാണ് ജമാന പത്രികയിലാണ്. ഉറുദു കഹാനി സംഗ്രഹമായിട്ടുള്ള സോജെ വദനും ജമാന പത്രികയിലായിരുന്നു പ്രകാശനം ചെയ്തത്. ഓക്കെ, അപ്പോൾ സൗത്ത് കഹാനിയിലെ വിഷയം എന്താണ്? ആദർശവാദി കഹാനിയാണ് സൗത്ത് കഹാനി. അതേപോലെ നാരിക്ക് ഉच्च ആദർശ കോ ദിഖായ ഹെ. പ്രമുഖ പാത്രം ആരൊക്കെയാണ്? രജിയ, രാമു, ദാസി. അവർ 3 പേരുമായിരുന്നു സൗത്ത് കഹാനിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പക്ഷേ ബച്ചൻ സിംഗിനനുസരിച്ച് 1916 പുറത്തിറക്കുന്ന പഞ്ചപരമേശ്വർ എന്ന കഹാനിയായിരുന്നു പ്രേംചന്ദിന്റെ ആദ്യത്തെ ഹിന്ദി കഹാനി. ശരിക്കും നമ്മൾ യഥാർത്ഥ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് കഹാനി ആണെങ്കിലും ബച്ചൻ സിംഗ് പറഞ്ഞത് 1916 വന്ന പഞ്ചപരമേശ്വർ ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹിന്ദി കഹാനി എന്ന്. അപ്പൊ ബച്ചൻ സിംഗിനനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ പഞ്ചപരമേശ്വർ പറയാം, അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ സൗത്ത് കഹാനി തന്നെ പറയാം. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹമൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് ആദ്യത്തെ? സപ്ത് സരോജ് 1917 വരുന്ന കഹാനി സംഗ്രഹമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഹാനി സംഗ്രഹത്തിൻ്റെയും ആ ഒരു വർഷവും നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നവനിധി 1918, പ്രേം പൂർണിമയും 1918 തന്നെ എഴുതുന്ന കഹാനി സംഗ്രഹമാണ്. പ്രേം പ്രസൂൺ 1924, പ്രേം പ്രതിമ 26, പ്രേം ദ്വാദശി 26, പ്രേം പ്രമോദും 1926 എഴുതുന്ന കഹാനി സംഗ്രഹമാണ്. അഗ്നിസമാധി 29, പ്രേം തീർത്ത് 29, പ്രേം ചതുർത്ഥി 1929 എഴുതുന്നതാണ്. പാഞ്ച് ഫൂൾ 1929, പ്രേം പ്രതിജ്ഞയും 1929, പ്രേം സരോവർ 1929. അപ്പം അദ്ദേഹത്തിൻ്റെ 1929 ഒരുപാട് കഹാനി സംഗ്രഹങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ടായി. സമരയാത്ര 1930, പ്രേം പഞ്ചമിയും 1930 തന്നെ എഴുതുന്ന കഹാനി സംഗ്രഹമാണ്. സപ്തസുമൻ 1930, പ്രേരണ 1932, അതേപോലെ പാഞ്ച് പ്രസൂൺ 1936. ആദ്യത്തെ നോക്കുക സപ്തസരോജ് ആണ്, ഇത് 1917 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അവസാനത്തത് പാഞ്ച് പ്രസൂൺ 1936, അദ്ദേഹം മരിച്ച ആ വർഷം തന്നെ വന്നിട്ടുള്ള കഹാനി സംഗ്രഹമാണ് ഏത്? പാഞ്ച് പ്രസൂൺ എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രേംചന്ദിന്റെ സരസ്വതി പത്രികയിൽ പ്രകാശനം ചെയ്തിട്ടുള്ള കഹാനികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം സൗത്ത് കഹാനി 1915 വന്ന സൗത്ത് കഹാനിയാണ് സരസ്വതി പത്രികയിലാണ് പ്രകാശനം ചെയ്തത്. ഈ കഹാനിയുടെ പ്രത്യേകത എന്താണ്? ഹിന്ദിയുടെ കഹാനിയാണ്. പഞ്ചപരമേശ്വർ 1916 അതും സരസ്വതി പത്രികയിൽ തന്നെയാണ് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കഹാനിയുടെ പ്രത്യേകത എന്താ? ബച്ചൻ സിംഗിനനുസരിച്ച് പഞ്ചപരമേശ്വർ ആയിരുന്നു പ്രേംചന്ദിന്റെ ആദ്യത്തെ ഹിന്ദി കഹാനി. അടുത്തത് സജ്ജനതാ കാ ദണ്ഡ് 1916, ഈശ്വരീയ ന്യായ് 17, ദുർഗാ കാ മന്ദിറും 1917 പ്രകാശനം ചെയ്യുന്ന പത്രികകളാണ്. ഇപ്പോൾ ഈ
5 പത്രികകളും എന്താണ് സരസ്വതി പത്രികയിലായിരുന്നു പ്രകാശനം ചെയ്തിരുന്നത്. ഇത് നോക്കാനുള്ളത് സമരയാത്ര കഹാനി സംഗ്രഹ की अंतर्गत प्रेमचंद की 11 राजनीति कहानियों का संकलन किया गया है. സമരയാത്ര എന്ന അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹത്തിനകത്തായിരുന്നു 11 രാജനീതി കഹാനികൾ സംകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ രാജനീതി കഹാനിയോം ക സങ്കലൻ അല്ലെങ്കിൽ രാജനീതി കഹാനികൾ സംകലനം ചെയ്തിട്ടുള്ള കഹാനി സംഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സമർ യാത്ര എന്ന് പറയണം. പത്നി സെ പതി, ഠാക്കൂർ കാ കുവ, ജുലൂസ്, ആഹുതി, മൈക്കു, ഹോളിക്ക ഉപഹാർ ആദി ഇതൊക്കെ എന്താണ് ഈ സമരയാത്ര എന്ന കഹാനി സംഗ്രഹിനകത്ത് വരുന്ന കഹാനികളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഹാനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ എക്സാം വേ ഓഫ് പോയിന്റിൽ വെച്ചിട്ട് ഇമ്പോർട്ടൻസ് പലവട്ടം ചോദിച്ച് കണ്ടിട്ടുള്ള കഹാനികൾ മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഹാനികളാണ്. ഏതൊക്കെയാണ്? ബലിദാൻ 1918 വരുന്ന ബലിദാൻ ആത്മാറാം എപ്പോഴാണ്? 1920 ബൂണ്ടിക്കാക്കി ചില പുസ്തകങ്ങളിൽ 1920 എന്നും ചില പുസ്തകങ്ങളിൽ 21 എന്നും പ്രകാശന വർഷമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഗൃഹദാഹ് 22 എഴുതുന്ന എന്താണ് കഹാനിയാണ് അദ്ദേഹത്തിന്റെ. സവാസേർ ഗേഹു 1924, പൂസ്കി റാത്ത് 1930, സമരയാത്ര 1930 കഹാനി സംഗ്രഹമാണ് കേട്ടോ. സദ്ഗതി 1930, ഠാക്കൂർ കാ കുവ 1932, ഈദ്ഗാഹ് 1933 എഴുതുന്ന കഹാനിയാണ്. ബഡേബായി സാഹബ് 1934 എഴുതുന്ന കഹാനിയാണ്. കഫൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഹാനിയാണ് 1936. അപ്പം അദ്ദേഹം മരിച്ച അതേ വർഷം തന്നെ എഴുതുന്ന കഹാനിയാണ് ഏത്? കഫൻ എന്ന കഹാനി. അപ്പം ഈ കഹാനിയിലെ പാത്രങ്ങളെയും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഘീസു മാധവ് കഫൻ കഹാനിയിലെ പാത്രമാണ് ഗീസു മാധവ്. പ്രകാശൻ വർഷം 1936. അപ്പോൾ ഈ ഇതിനകത്ത് ബലിദാൻ, ബൂണ്ടിക്കാക്കി, സവാസേർ ഗേഹു, പൂസ്കി റാത്ത്, ഠാക്കൂർ കാ കുവ, ഈദ്ഗാഹ്, കഫർ ഇങ്ങനെയുള്ള കഹാനികളൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പ്രകാശൻ വർഷം സഹിതം നോട്ട് ചെയ്ത് വെക്കാം. കാരണം കഫൻ ഏത് വർഷമാണ് പ്രകാശനം ചെയ്തത് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഫൻ അദ്ദേഹത്തിന് ലാസ്റ്റ് കഹാനിയാണ് 1936 പ്രകാശനം ചെയ്യുന്ന കഹാനിയാണ്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, डॉक्टर रामविलास शर्मा ने अपनी प्रसिद्ध पुस्तक प्रेमचंद और उनका युग में कबीर के बाद प्रेमचंद को हिंदी का सबसे बड़ा व्यंग्यकार घोषित किया है. അപ്പോൾ രാംവിലാസ് ശർമ്മയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് ഇത് പ്രേംചന്ദ് ഓർ ഉൻകാ യുഗ്. ഇപ്പോൾ പ്രേംചന്ദ് ഓർ ഉൻകാ യുഗ് എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? രാംവിലാസ് ശർമ്മയുടെ പുസ്തകമാണെന്നൊരു എക്സ്ട്രാ പോയിന്റും കൂടി നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം പ്രേംചന്ദിനെ പറ്റി എന്താണ് പറയുന്നത്? കബീർ കെ ബാദ് പ്രേംചന്ദ് കോ ഹിന്ദി കാ സബ്സെ ബഡാ വ്യംഗ്യകാർ ഘോഷിത് കിയാ ഹെ. ആര്? രാംവിലാസ് ശർമ്മ. ഏത് പുസ്തകത്തിൽ? പ്രേംചന്ദ് ഓർ ഉൻകാ യുഗ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. അടുത്തത് പ്രേംചന്ദിന്റെ തന്നെ ഒരു കഥനാണ്. सबसे उत्तम कहानी वह होती है जिसका आधार മനോവൈജ്ഞാനിക് സത്യ पर होता है. ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥനാണ്. ഇത് പ്രേംചന്ദ് തന്നെ പറയുന്നതാണ്. പല എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ്? സബ്സെ ഉത്തം കഹാനി വഹ ഹോത്തി ഹെ ജിസ്കാ ആധാർ മനോവൈജ്ഞാനിക് സത്യ पर होता है. ആരുടെ കഥനാണ്? പ്രേംചന്ദിന്റെ കഥനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.